ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നടു റോഡിലാണോ വണ്ടി പാർക്ക് ചെയ്യുന്നത്? വണ്ടി മാറ്റിയിടും. വണ്ടി പാർക്ക് ചെയ്തതല്ലോ, മനഃപൂർവ്വം നിർത്തിയതല്ലേ. നിങ്ങളുടെ വിശ്വരൂപം ഒന്ന് കാണാൻ. സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് അറിയാമോ? അത് നല്ല വെണ്ടയ്ക്ക അക്ഷരത്തില് കാറിന്റെ മുന്നിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടല്ലോ, കളക്ടർ ഒന്ന്. പക്ഷെ കളക്ടർ കളക്ട് ചെയ്യുന്നത് മറ്റുള്ളവരുടെ മനസ്സാണെന്ന് മാത്രം. ആരാ നീ? എന്താ നിനക്ക് വേണ്ടത്? അത് പറയാം. അതിനു മുൻപ് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഇന്ന് എന്തു പറ്റി? ഔദ്യോഗിക വാഹനത്തില് അങ്ങനെ അല്ലായിരുന്നല്ലോ. ഈ പാവം പിടിച്ച ആളെ ഈയിടെയായിട്ട് കൂടെ കൂട്ടാറില്ലല്ലോ. ഓ, ഇങ്ങേർക്ക് പ്രായമായല്ലോ അല്ലേ? ആ, മുടിയും നരച്ചിട്ടുണ്ട്. നരയ്ക്കാത്തത് കൊഴിഞ്ഞും പോയി. കൊച്ചമ്മയ്ക്കിപ്പോ തണ്ടും തടിയുള്ള ചെറുപ്പക്കാരെ പറ്റൂ. അതും ഔദ്യോഗിക വാഹനമല്ല, ജീപ്പില്. അതാ കൂടുതൽ ഇഷ്ടം. കളക്ടറുടെ കേപ്പുമായിട്ടുള്ള സഞ്ചാരമൊക്കെ വൈറലാ. ഏയ്, മൈൻഡ് യുവർ വേർഡ്സ്. അധികം നിന്ന് നാവാടാതെ വണ്ടി എടുത്ത് മാറ്റ്. വണ്ടി മാറ്റാം, പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മാഡം എനിക്ക് കൃത്യമായിട്ട് ഉത്തരം തരണം. അത് തന്നാലേ ഞാൻ മാഡത്തെ വിടൂ. ആരാ നീ? എന്താ നിന്റെ ഉദ്ദേശം? 2 ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം തരാം. എന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയുമെന്ന് തോന്നുന്നില്ല, പക്ഷേ മറ്റൊരു പേര് പറഞ്ഞാ നിങ്ങൾ അറിയും. ശിവൻ. ശിവനോ? ശിവന്റെ ആരാ നീ? ശിവന്റെ ആരാകാനും തയ്യാറായി നടക്കുന്നവൾ. ശിവൻ താലി കെട്ടിയ പെണ്ണാ ഞാൻ, ഡെയ്സി. അവൻ മനസ്സറിഞ്ഞ് ഈശ്വരന്മാരെ സാക്ഷി നിർത്തി നടത്തിയ താലികെട്ട്. ഇത് പക്ഷേ ഒരിക്കലും അവൻ പൊട്ടിച്ചെറിഞ്ഞു. അതാരുടെ പ്രേരണ കൊണ്ടാണെന്നൊക്കെ വൈകിയാ മനസ്സിലായത്. ഇതിപ്പോ ഞാൻ തിരിച്ച് എന്റെ കഴുത്തിൽ തന്നെ കെട്ടിയത് ആ ബന്ധം തുടരണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ. അവനെ മാത്രം ആഗ്രഹിച്ച് അവന് വേണ്ടി മാത്രം ജീവിക്കുന്ന പെണ്ണാ ഞാൻ. ഈ ഡെയ്സിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ശിവന്റെ കൂടെ ആയിരിക്കുന്ന, അവനെ കണ്ട് ഇഷ്ടപ്പെട്ട നാള് മുതല് മനസ്സിൽ കൊത്തിവെച്ച് നടക്കുന്നവള്. ആ എനിക്ക് അടുത്ത കാലത്തായിട്ട് അവനിൽ നിന്നും കിട്ടുന്ന സ്നേഹത്തിന്റെ കുറവ് അനുഭവപ്പെട്ടു. അതിന്റെ കാരണം എനിക്ക് കിട്ടി. അവന്റെ മനസ്സില് ഇപ്പൊ ഞാനില്ല. എനിക്ക് പകരം മറ്റാരോ ആണ്. അതാരാണെന്ന് ആ വൈറലായ വീഡിയോ കണ്ടപ്പോ മനസ്സിലാവുകയും ചെയ്തു. ഡെയ്സി എന്നെ തെറ്റിദ്ധരിച്ച സംസാരിക്കുന്ന? ഒരു തെറ്റിദ്ധാരണയില്ല ശാലിനി. നിങ്ങൾ കാരണോ ശിവൻ അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നോട് പോലും സ്നേഹത്തോടു കൂടി നോക്കിയിട്ട് എത്ര ദിവസമായി എന്നറിയോ? ഞാൻ അയക്കുന്ന മെസ്സേജ് പോലും അവനിപ്പോ നോക്കാറില്ല. എനിക്കവനെ വേണം. ദയവ് ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടരുത്.